ഹായ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് AI പ്രൊജക്റ്റിൽ ഡോക്കർ എങ്ങനെ യൂസ് ചെയ്യാന്നാണ്. അപ്പോൾ അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ ഇമാജിൻ ചെയ്യുക, ജസ്റ്റ് ഒരു AI മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പെർഫെക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പെർഫെക്റ്റ് മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ അത് കൊളീഗിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്ത് അവന് കാണിച്ചു കൊടുക്കാനോ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഈ സമയത്ത് കൊളീഗിന്റെ എത്തുന്ന സമയത്ത് ഇത് റൺ ചെയ്യുന്ന സമയം പല എറേഴ്സും കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഡിപ്പെൻഡൻസി ആയിട്ടും അതുപോലെ പാക്കേജിന്റെ വേർഷന്റെ ഒക്കെ എററായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷനിലാണ് നമ്മൾ ഡോക്കർ എന്ന് പറഞ്ഞ ടെക്നോളജി യൂസ് ചെയ്യാം. ഇപ്പം ഡോക്കർ എന്ന് പറഞ്ഞാല് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിനെ ഒരു യൂണിറ്റ് ആക്കിയിട്ട് പാക്കേജസിനൊക്കെ ഒരു യൂണിറ്റ് ആക്കി വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് അത്. അങ്ങനെ യൂണിറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സിനാണ് പറയുന്നത് കണ്ടെയ്നർ എന്ന് പറയുന്നത്, കണ്ടെയ്നറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് നമുക്ക് നമ്മളെ ഇപ്പൊ എവിടെയാണെങ്കിലും റൺ ചെയ്യാൻ പറ്റും. ഇപ്പോ ലാപ്ടോപ്പിലാണെങ്കിലും സെർവറിലാണെങ്കിലും ഈവൻ ഇപ്പൊ ക്ലൗഡ് പ്ലാറ്റ്ഫോമിലാണെങ്കിലും റൺ ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ എന്താ ഡോക്കർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടെയ്നറൈസേഷൻ പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ അതിന് കോഡ്, ഡിപ്പെൻഡൻസീസ്, അതുപോലെ എൻവയോൺമെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇമാജിൻ ജസ്റ്റ് ലൈക്ക് ഒരു ബോക്സിൽ നമ്മൾ അതിൽ കുറച്ച് പ്രോപ്പർട്ടീസ്, കുറച്ച് പ്രൊജക്ട്സ് ആഡ് ചെയ്തിട്ട് നമ്മളത് അങ്ങോട്ട് ഒന്ന് പോർട്ട് ചെയ്യുന്ന വെച്ചോളൂ. അപ്പൊ നമുക്ക് അത് അവിടെ എത്തിയാലും അതേപോലെ തന്നെയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോൾ ഡോക്കർ. ഇപ്പോൾ ഡോക്കർ AI പ്രൊജക്റ്റിൽ എന്താ യൂസ് എന്ന് പറഞ്ഞാൽ മെയിൻ അഡ്വാൻറ്റേജ് ഇപ്പോൾ റീപ്രൊഡ്യൂസിബിലിറ്റി ആണ്. റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മെഷീൻസിൽ നമുക്ക് അതിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. സെയിം ഇതിൽ തന്നെ റിസൾട്ടിൽ തന്നെ നമുക്ക് അതിനെ ഡിഫറെന്റ് മെഷീനിൽ നമുക്ക് അതിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നെക്സ്റ്റിലാണ് പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസി ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈവൻ ക്ലൗഡിലാണെങ്കിലും എഡ്ജ് ഡിവൈസസിലാണെങ്കിലും വരെ നമുക്ക് അതിനെ ഈസി ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളത് സ്കാലബിലിറ്റി ആണ്. സ്കാലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഹ്യൂജ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ കുറെ യൂസേഴ്സ് ഉള്ള പ്രൊജക്റ്റ് ആണെങ്കിലോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ റൺ ചെയ്യാൻ പറ്റും. അതുപോലെ കൊളാബറേഷൻ. ഇപ്പോൾ നമ്മൾ ഈവൻ ഒരു വലിയ ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, വലിയൊരു പ്രൊജക്റ്റിൽ വലിയ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് ടീംമേറ്റ്സിനൊക്കെ ആഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ഈ വെർഷൻ എറർ, അതെ ഡിപ്പെൻഡൻസീസ് എറർ, പാക്കേജ് എറർ അങ്ങനത്തെ ഒന്നും നമുക്ക് ബാധിക്കില്ല. അതാണ് മെയിനായിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ്. പിന്നെ അത് ഐസൊലേഷൻ ആണ് മെയിനായിട്ട്. ഈ ഡിപ്പെൻഡൻസീസ് കോൺഫ്ലിക്റ്റ് ഒക്കെ ഒഴിവാക്കി തരും. ഇതാണ് മെയിനായിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ഡോക്കർ ഫയൽ വേണം. ഡോക്കർ ഫയൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇപ്പം നമുക്കൊരു പാചകം ചെയ്യുന്ന സമയത്ത് അതിന്റെ പാചകക്കുറിപ്പ് പോലെ തന്നെ എന്താ നമുക്ക് വേണ്ടത് വെച്ചാൽ അതിനെ മെൻഷൻ ചെയ്യുക. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ മെൻഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഡോക്കർ ഫയലിന്റെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിലുള്ളതാണ് ഫ്രം എന്ന് പറഞ്ഞ കുറച്ച് കീവേഡ്സ് ആണ്. ഫ്രം എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ ഓരോ പൈത്തൺ എന്ന് പറഞ്ഞൊരു പാക്കേജിനെ മെൻഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ CMD എന്ന് പറഞ്ഞാൽ റൺ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള കമാൻഡ്സ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കീവേഡാണ് CMD. പിന്നെ ഇപ്പോ ഈ ഇമേജ് ഇപ്പൊ നമ്മൾ ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് കമാൻഡ് പ്രോംപ്റ്റിൽ അതിനെ നമ്മൾ റൺ ചെയ്യണം. അത് എന്ത് കമാൻഡ്, ഡോക്കർ ബിൽഡ് -t എന്ന് പറഞ്ഞിട്ട് മോഡലിനെ നെയിം ചെയ്തിട്ടൊരു കമാൻഡ് ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യാവുള്ളൂ. പിന്നെ അത് ഇമേജ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ആ ഇമേജിനെ റൺ ചെയ്യാന്നുള്ളതാണ്. അതിന്റെ കമാൻഡ് പറഞ്ഞാൽ ഡോക്കർ റൺ -p, പിന്നെ അതിന്റെ ഒരു പോർട്ടും
8000 8000, 9000 9000 ആ പോർട്ടും മെൻഷൻ ചെയ്യണം. പിന്നെ ആ ഇമേജിന്റെ നെയിമും മെൻഷൻ ചെയ്യണം. പിന്നുള്ളൊരു പ്രോസസ്സ് പറഞ്ഞാൽ നമ്മുടെ ഡിപ്ലോയ്മെന്റ് സ്റ്റേജിലാണ്. ഡിപ്ലോയ്മെന്റ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ഇപ്പോൾ AWS ആണെങ്കിലും അസ്യൂർ ആണെങ്കിലും GCP ആണെങ്കിലും കുബർനെറ്റീസ് ആണെങ്കിലും നമുക്ക് ഇതിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അത് ഡോക്കർ വളരെയേറെ ഹെൽപ്ഫുൾ ആണ് സിറ്റുവേഷനിൽ. അപ്പോൾ ഇതിന്റെ കേസിൽ തന്നെ അപ്പോൾ വേറൊരു ഫയലും കൂടി അഡീഷണൽ ആയിട്ട് ഫയൽ കൂടി ഉണ്ടാവും. അത് ഡോക്കർ കമ്പോസ് ഫയലാണ്. ഡോക്കർ കമ്പോസ് ഫയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈവൻ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പൈത്തൺ എന്ന് പറഞ്ഞൊരു പാക്കേജ് നമ്മളെ ലാപ്ടോപ്പിലില്ല. ഒരു എക്സ്ട്രാ എൻവയോൺമെന്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി. ഇപ്പോൾ അതിന്റെ ഇമേജ് നമുക്ക് പുൾ ചെയ്ത് ഇപ്പോൾ ഡോക്കറിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ ഇമേജ് ഒക്കെ. അപ്പോൾ നമ്മൾ അത് പുൾ ചെയ്തിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡോക്കർ കമ്പോസ് എന്ന് പറഞ്ഞൊരു ഫയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ചാലഞ്ചസ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇപ്പോൾ ലാർജ് ഇമേജ് സൈസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടെയ്നേഴ്സ് ഹെവി ആവും. അതുകൊണ്ട് ഇത് ഈ പ്രോസസ്സ് ചെയ്യുന്ന രീതി കുറച്ച് ലാഗ് അടിക്കും. അതാണ് മെയിനായിട്ട്. പിന്നെ GPU സപ്പോർട്ടിന്റെ കേസിൽ കുറച്ച് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം മെയിനായിട്ട് ഡോക്കറൊക്കെ റൺ ചെയ്യണമെങ്കിൽ ഒരു NVIDIAന്റെ ഒരു GPU സെറ്റൊക്കെ വേണ്ടി വരും. അതാണ് പിന്നെ മെയിനായിട്ടുള്ളത്. പിന്നെ ഓക്കെ, ടു കൺക്ലൂഡ് ചെയ്യാൻ ഡോക്കർ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ഗെയിം ചേഞ്ചർ തന്നെയാണ് AI പ്രൊജക്റ്റ് വിത്ത് യൂസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ എനിക്ക് പോർട്ടബിൾ ആയിരിക്കും, അതുപോലെ നമ്മുടെ റീപ്രൊഡ്യൂസബിൾ ആയിരിക്കും, സ്കാലബിൾ ആയിരിക്കും അക്രോസ് ദ ഡിഫറെന്റ് സിസ്റ്റം. ഓക്കെ, ഇന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഡോക്കറിനെ കുറിച്ചാണ്. ഡോക്കർ എങ്ങനെയാണ് AIയിൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, താങ്ക് യു.